നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2023 മാർച്ച് 3 നടന്നു. പൊങ്കാല ദിവസം ആറ്റുകാൽ ക്ഷേത്രനടയിൽ നിന്നും ഗാലറി ഓഫ് നാച്ചുറിൻ്റെ ക്യാമറാമാൻ സുജി കല്ലമം പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊങ്കാല ദിവസം വെളുപ്പിനുള്ള താലപ്പൊലിയുടെ കാഴ്ചകൾ മുതൽ പൊങ്കാല കാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് എത്തിയ VIP-കളുടെയും സെലിബ്രിറ്റികളുടെയും ഉൾപ്പെടെയുള്ളതുമായ വളരെ വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓരോ താലപ്പൊലി നേർച്ചക്കാരുടെയും കൂടെ പരമാവധി 2 പേരെ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. കൊറോണ ടൈമിൽ മാത്രം എനിക്ക് 2 വർഷം ഇടാൻ പറ്റിയില്ല.
നല്ലതായിട്ട് ദേവി എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്, നല്ലതായിട്ട് ഇടുന്നുണ്ട്. ഈ വർഷം നല്ല സൂപ്പറായിട്ട് ഞങ്ങൾക്ക് നല്ല ഇതുണ്ട്. ഞങ്ങൾ കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം കറകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ 3 വർഷമായിട്ട് പൊങ്കാല അടുപ്പിച്ച് പെടുന്നുണ്ട്. ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇപ്പൊ 3-4 വർഷമായിട്ട് ഇങ്ങനെ ഞങ്ങൾ അടുപ്പിച്ച് വരുന്നുണ്ട്. ഞങ്ങള് പായസം, ഒരു 2 പായസം തിരളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ പിള്ളേരും ഉണ്ട്, പിള്ളേരും ഇടുന്നുണ്ട്. പത്ത് 24 വർഷം കൊണ്ട് വരുന്നു. നാട്ടുവമ്മച്ചിന് മുമ്പ് എല്ലാ വർഷവും വരണ്, എല്ലാ വർഷവും വരാനുള്ള അനുഗ്രഹം കിട്ടട്ട്, എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ട്. നമ്മൾ കൂലിപ്പണിയെടുത്താണ് അമ്മേരെ മുമ്പ് വരണത്. അച്ഛമ്മേരെ മുമ്പ് വന്ന് എല്ലാ വർഷവും രാജ്യം പോയി കാണിക്കാറുണ്ട്. എല്ലാ വർഷവും വന്ന് നമ്മൾ മണ്ണപ്പുറ്റ് ചെറിയപ്പോൾ എല്ലാം ഉണ്ടാക്കും. ഈ വർഷം അങ്ങനെ ഭക്ഷണ സാഹചര്യങ്ങൾ പറ്റിയില്ല. ജോലി കൂലി കുറവ്, ജോലി കൂലി അമ്മച്ചി തരട്ട്. ഭക്തജനങ്ങളെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തി നിർഭരമായ പൊങ്കാല ആശംസകൾ. അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്നവരുടെ മേൽ ഇന്ന് ആറ്റുകാലമ്മ അനുഗ്രഹം ചെയ്യും. തിളച്ചു പൊന്നുന്ന പൊങ്കാല കരങ്ങളിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹ വർഷം ചൊരിയുവാനുള്ള കാത്തിരിപ്പിലാണ് 10 ലക്ഷം. ഭക്തിസാന്ദ്രമാകും. തുടർന്ന് ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് ഈ നാളം പകർന്നതോട് നഗരം ആറ്റുകാൽ ക്ഷേത്രമുറ്റമാകും. അടുപ്പുകളിൽ നിന്ന് ഉയരുന്ന ഹോമപ്പുകയാൽ നഗരം നിറയും. അതേറ്റ് വൃതശുദ്ധിയുടെ നിറവേറ്റുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കണ്ണും മനസ്സും നിറയും. ആറ്റുകാലമ്മേ, അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം.
അമ്മയ്ക്ക് അനന്ത കോടി പ്രണാമം. കുറച്ചായിട്ട് വിചാരിക്കണോ ചെയ്യണമെന്ന്. ഞാനേ ഗുരുവായൂരാണ്, വികാസ് ഗുരുവായൂര്. ഞാൻ ഇവിടെ കണ്ണനാവാറുള്ളതാണ്. ഗുരുവായൂരാണ്. പൊങ്കാലായിട്ട് ഞാൻ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ രാത്രി വണ്ടിയിൽ വരുമ്പോൾ 12 മണിക്ക് ഇവിടെ രാത്രി എത്തിയപ്പോൾ എന്തായിരുന്നു ഇവിടെ തിരക്കും, ആ ഒരു ഒരു ഭക്തിയും ഒരു ആവേശവും ഒരു വിശ്വാസവും എല്ലാം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം, ഇതാണ് നമ്മുടെ ചരിത്രം. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇതിനെ സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കണം, ഇനി മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്ത്രീകൾക്കൊരു ശബരിമലയാണ്. അപ്പോൾ നാട് കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തം ജനങ്ങളിങ്ങനെ ഇത് കണ്ട് മനസ്സിലാവുമ്പോൾ ഇതാണല്ലോ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ ഇതല്ലേ കേരള ഗോഡ്സ് ഓൺ കൺട്രി ആക്കുന്ന ആറ്റുകാൽ പൊങ്കാല, ശബരിമല, നമ്മൾ പൂരം, ഇതല്ലാണ് നമ്മുടെ ചരിത്രവും. നമ്മൾ പൊങ്കാല കാണാൻ ത്രില്ലിങ്ങായിരുന്നു വന്നപ്പോ. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉള്ള സംഭവമാണ്. സൗകര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഈ പൊങ്കാലൊക്കെ ഇത്തിരി കൂടി നേരത്തെ ഇടാന്ന് വെച്ചാൽ ഒരു 7 മണിക്കാവുമ്പോ തുടങ്ങാന്ന് വെച്ചാൽ ഇത്ര ചൂടൊന്നും ഉണ്ടാവില്ല. കുറെ കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല പൊങ്കാലയായിരുന്നു. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പൊ ഞങ്ങള് വന്നപ്പോ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ? ഈ പ്രദേശത്ത് കുറച്ച് വെള്ളത്തിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വെള്ളമെല്ലാം നല്ലോണം കിട്ടി. ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമൊന്നും അധികം വന്നില്ല.
അടുത്ത വർഷവും പൊങ്കാല ഇടാൻ തരണം. ഞാൻ പെരുത്തടയെന്നാണ്. പെരുത്തട വഴയില. ഞങ്ങള് 5ാം ക്ലാസ് മുതൽ വരുമായിരുന്നു. ഇടയ്ക്ക് വെച്ചൊക്കെ പറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ പറ്റുന്ന സമയത്ത് അത്രയും വരാറുണ്ട്. കല്ല് കിട്ടാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കലവും കിട്ടാണ്ട് ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ട് നടക്കുന്നതായിട്ട് കണ്ടു. ബാക്കിയൊക്കെ നല്ലതായിരുന്നു, വേറെ ഒരു കുഴപ്പവും ഇല്ല. അമ്പലത്തിലൊക്കെ കയറാൻ പറ്റി. 23-ാം തീയതി മുതൽ വരുവാണ് അമ്പലത്തിൽ. ഫയർ റെസ്ക്യൂ ഒക്കെ അവര് നല്ല സഹായമായിരുന്നു. എല്ലായിടത്തും ഓടി നടന്നു. അമ്മയുടെ നടയിൽ എപ്പോഴും വന്ന് പൊങ്കാല ഇടണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ നടക്കുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. അങ്ങനെയൊക്കെ അടിപൊളി. എല്ലാവർക്കും നല്ല സന്തോഷം. ഇത് ഞാൻ 8 വർഷമായി വന്ന കാലം കഴിഞ്ഞ് TV പരസ്യം കണ്ടാണ് ഞാൻ വന്നത്. അപ്പോഴത്തേക്ക് ഓരോ അനുഗ്രഹങ്ങൾ തേടി കാണിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനും അത് മനസ്സിലുള്ളത് വിചാരിച്ച് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു. പൊങ്കാല ഭയങ്കര തിരക്കായിരുന്നു. എന്റെ പേര് മീനാക്ഷിയാണ്. നമ്മുടെ നാട് വന്ന് തമിഴ്നാട് പളനി അടുത്താണ്. പിന്നെ ഇവിടെ വന്നിട്ട് കുറെ വർഷം അഞ്ചലി താമസിക്കുക. പിന്നെ നമ്മളിപ്പോ 12-13 വർഷം കൊണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ വന്നിട്ട് ഒരു നേർച്ചയായിട്ട് ഈ വർഷം പറഞ്ഞിട്ട് പോയാൽ അടുത്ത വർഷം പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ആ കാര്യം നമുക്ക് സാധിക്കാൻ പറ്റും. നല്ല ഒരു ഇത് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഈ വർഷം ഭയങ്കര തിരക്കായിട്ടാണ് നമുക്ക് കാണുന്നത്. ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പാ വരുന്നത്. അന്നേരം 2 ദിവസം അന്നദാനം ഉണ്ട്. പിന്നെ കുളിക്കാനുള്ള ബാത്റൂം സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും എല്ലാം നല്ല സൗകര്യം. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ. നല്ല തിരക്കായിരുന്നു. 2 ദിവസം മുൻപേ വന്ന് എനിക്ക് ഇടാൻ എല്ലാം കൂടെ ദൈവത്തിന് മുൻപിൽ തന്നെ സ്ഥലം കിട്ടി പൊങ്കാല ഇടുകയും ചെയ്ത്. എത്ര വർഷം കൂടി പൊങ്കാലയിടാൻ വരുന്നുണ്ട്? ഞാൻ ഇപ്പൊ 2 വർഷമായിട്ടാ വരുന്നത്. തമിഴ്നാട്ടിലിരുന്നാ ഞങ്ങൾ എല്ലാരും വരുന്നത്. 10 പേരുണ്ടായിരുന്നു. അവർ 10 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നത്. ദൈവത്തിന്റെ വിശ്വാസവും ശക്തിയും കൊണ്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടാൻ ഇവിടെ വരുന്നത്. നമസ്കാരം, എന്റെ പേര് മുത്ത്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചിറ്റളങ്കരയിലാണ് വരുന്നത്. വർഷങ്ങൾ കൊണ്ട് 5-6 വർഷമായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ വീടാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോ നമുക്ക് ഓരോ വർഷം നമ്മൾ പൊങ്കാല ഇടുമ്പോഴും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ്. ജീവിതാന്ത പാഠപുസ്തകത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ആറ്റുകാലമ്മ തരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും. ഈ വർഷം അമ്മ
അമ്മയുടെ മണ്ണി വന്ന് പൊങ്കാല ഇടാൻ അനുവദിച്ചു. അത് തന്നെ വലിയ മഹാഭാഗ്യമായിട്ടാണ്. നല്ലായിരുന്നു. ചൂടും കുറച്ച് വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം വളരെ മംഗളമായിട്ട് കഴിഞ്ഞു. നിവേദ്യം സമർപ്പിച്ചു. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം. ഇത്ര അടുത്ത് ഇടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. പുഷ്പവൃഷ്ടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ 3ാമത്തെയാണ് പൊങ്കാല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്. നമ്മള് വ്രതം എടുത്തിട്ടും ഇത്ര വെയിലത്ത് നിൽക്കുന്നതിന്റെയും എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടായിരുന്നു ഒരു പൊങ്കാലെങ്കിലും ഇടണമെന്ന് ആഗ്രഹിച്ചു. അത് വ്യക്തിയുടെ കൂടെ ആയിരുന്നു എനിക്ക് ഇടാൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടപ്പോഴും ഭയങ്കര ചൂടും ഇതൊക്കെ ആണെങ്കിലും അടുത്ത പ്രാവശ്യം ഒരു പൊങ്കാലയ്ക്ക് കൂടി വരണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പ്രാവശ്യം സാധിച്ചു. ഇനിയിപ്പോ അടുത്ത പൊങ്കാലയ്ക്ക് വീണ്ടും വരണം. തൊഴിലാളികളെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ള ഭക്ഷണ ഘടകങ്ങൾ മൊത്തത്തിൽ തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മെയിനാക്കി നഗരം കഴുകി വൃത്തിയാക്കി ശേഷം മാത്രം ഉണ്ടാവുകയാണെങ്കിൽ വരും കാലങ്ങളിൽ അതിന് ബദൽ ആലോചനകൾ ഉണ്ടാക്കാം എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യഘട്ട ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത് കാഴ്ചപ്പാടാണ് എന്നുള്ളത്. ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക് എത്തി അവരുടെ പ്രാർത്ഥന അത് പൂർണ്ണമാക്കി പോയിട്ടുണ്ട്. യെസ്, ആദ്യഘട്ട ക്ലീനിങ് ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ തിരുനടയിൽ ആരംഭിക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ കുറച്ച് സമയം ഇന്ന് രാത്രി 12 മണിക്കൂറാണ് തൊഴിലാളികൾക്ക് മാറ്റാൻ കഴിയുന്ന രാജ്യത്തേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിന്റെ ക്ലീനിങ്ങിലേക്ക് മുൻകാലങ്ങളിലൊക്കെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴും തന്നെയാണ്.
ആ